പൈനാപ്പിൾ കൊനൂർ എന്ന നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത് പൈനാപ്പിൾ കൊനൂർ വളർത്തുന്നവർക്ക് വളരെയധികം ഉപകാരപ്പെടുന്ന ഒരു വിഷയത്തെക്കുറിച്ചാണ്. പൈനാപ്പിൾ കൊനൂറുമായി എങ്ങനെ നല്ലൊരു ബന്ധം ഉണ്ടാക്കിയെടുക്കാം. പലരുടെയും ഒരു പരാതിയാണ്, എൻ്റെ കൊനൂർ എന്നെ കണ്ടാൽ പേടിക്കുന്നു, കയ്യിൽ കയറുന്നില്ല, അടുത്തേക്ക് വന്നാൽ കടിക്കുന്നു, ഞാൻ എന്ത് ചെയ്താലും ഇണങ്ങുന്നില്ല. ഇങ്ങനെ ഒരുപാട് ചോദ്യങ്ങളും സംശയങ്ങളും വരുന്നുണ്ട്. ഇതിനെല്ലാത്തിനുമുള്ള ഉത്തരമാണ് ഇന്നത്തെ ഈ വീഡിയോ. ആദ്യം തന്നെ ഞാൻ ഒരു കാര്യം പറയാം. കൊനൂർ എന്നത് ഒരു കളിപ്പാട്ടമല്ല. അതിനും മനസ്സുണ്ട്, അതിനും വികാരങ്ങളുണ്ട്, അതിന് പേടിയുണ്ട്, അതിന് ഇഷ്ടവും അനിഷ്ടവും ഉണ്ട്. അതുകൊണ്ട് നമ്മൾ അതിനെ എങ്ങനെ സമീപിക്കുന്നു എന്നതാണ് നമ്മുടെ ബന്ധത്തിന്റെ അടിസ്ഥാനം. അതുകൊണ്ട് തന്നെ ഇന്നത്തെ ഈ വീഡിയോയിൽ ഞാൻ പറയുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങൾ ക്ഷമയോടെ ചെയ്താൽ നിങ്ങളുടെ കൊനൂറിന് നിങ്ങളെ വിശ്വസിക്കാൻ പറ്റും. ഒത്തിരി നല്ല സ്നേഹത്തോടെ നിങ്ങളെ സമീപിക്കുകയും ചെയ്യും. കൊനൂർ നമ്മളെ വിശ്വസിച്ചു തുടങ്ങിയാൽ ആ വിശ്വാസമാണ് പിന്നീട് സ്നേഹമായും സൗഹൃദമായും ഒക്കെ ആയിട്ട് മാറുന്നത്. അപ്പോൾ കൊനൂർ നമ്മളുമായിട്ട് നല്ല സൗഹൃദവും സ്നേഹവും സ്ഥാപിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന 10 പോയിന്റുകളാണ് ഞാൻ ഇനി പറഞ്ഞു തരാൻ പോകുന്നത്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായും കാണാൻ ശ്രമിക്കുക. ഒന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് കൊനൂറിന്റെ വിശ്വാസം നേടുക എന്നതാണ്. ഇപ്പൊ നമ്മളൊരു മനുഷ്യനാണെങ്കിൽ പോലും മറ്റൊരു മനുഷ്യനുമായി സൗഹൃദം ഉണ്ടാക്കാൻ ദിവസങ്ങൾ വേണ്ടിവരും. അപ്പോൾ ഇത്ര ചെറിയ ഒരു പക്ഷി നമ്മളെ ആദ്യ ദിവസം തന്നെ വിശ്വസിക്കുമെന്ന് കരുതുന്നത് ശരിയല്ല. ഒരു കൊനൂർ പുതിയ വീട്ടിലേക്ക് വരുമ്പോൾ അതിന് എല്ലാം പുതിയതാണ്. പുതിയ ആളുകൾ, പുതിയ ശബ്ദങ്ങൾ, പുതിയ മണം, പുതിയ കൂട്, പുതിയ അന്തരീക്ഷം. അതിനാൽ ആദ്യ ദിവസം മുതൽ അതിനെ പിടിക്കാനോ കയ്യിൽ കയറ്റാനോ ശ്രമിക്കരുത്. കുറച്ച് ദിവസം അതിന് ചുറ്റുപാടുകൾ മനസ്സിലാക്കാനായിട്ട് സമയം കൊടുക്കുക. അതിന് സുരക്ഷിതമാണെന്ന് തോന്നണം. അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് ദിവസവും കൊനൂറുമായി സംസാരിക്കുക. പലരും കരുതുന്നത് കൊനൂറിന് നമ്മുടെ ഭാഷയൊന്നും മനസ്സിലാകില്ലല്ലോ, പിന്നെ എന്തിനാണ് സംസാരിക്കുന്നത്, വെറുതെ കയ്യിലൊക്കെ എടുത്തു വെച്ച് കളിപ്പിച്ചാൽ മാത്രം പോരെയെന്ന്. പക്ഷേ അങ്ങനെയല്ല കേട്ടോ. നമ്മൾ പറയുന്ന വാക്കുകൾ അതിന് മനസ്സിലായില്ലെങ്കിൽ പോലും നമ്മുടെ ശബ്ദം അതിന് മനസ്സിലാകും. നിങ്ങൾ ദിവസവും രാവിലെ എഴുന്നേറ്റാൽ ഒരു ഗുഡ് മോർണിംഗ് അല്ലെന്നുണ്ടെങ്കിൽ എങ്ങനെയുണ്ട്, സുഖമാണോ, ഇങ്ങനെ സ്നേഹത്തോടെ അതിനോട് സംസാരിക്കുക. അതുപോലെ വൈകുന്നേരവും കുറച്ച് സമയം സംസാരിക്കുക. ദിവസങ്ങൾ കഴിയുമ്പോൾ നിങ്ങൾ അടുത്തു വരുമ്പോൾ തന്നെ അത് സന്തോഷം കാണിക്കാനായിട്ട് തുടങ്ങും. കാരണം നിങ്ങളുടെ ശബ്ദം അതിന് പരിചിതമാകും. മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ക്ഷമയാണ്. ക്ഷമ എന്നത് ഏറ്റവും വലിയ ആയുധം തന്നെയാണല്ലേ. അപ്പോൾ ഇന്നത്തെ കാലത്ത് എല്ലാവർക്കും പെട്ടെന്ന് ഫലം വേണം. പക്ഷെ കൊനൂറിൻ്റെ കാര്യത്തിൽ അങ്ങനെ നടക്കില്ല കേട്ടോ. ഇന്ന് വാങ്ങി നാളെ കയ്യിൽ കയറണം, മറ്റന്നാൾ തോളിലിരിക്കണം, ഇങ്ങനെയൊന്നും പ്രതീക്ഷിക്കരുത്. ഓരോ കൊനൂറിനും ഓരോ സ്വഭാവമാണുള്ളത്. ചിലത് ഒരാഴ്ചകൾ കൊണ്ട് തന്നെ ഇണങ്ങും, ചിലത് ഒരു മാസം തന്നെ എടുക്കും, ചിലതിന് അതിലും കൂടുതൽ സമയം വേണ്ടിവരും. അതുകൊണ്ട് മറ്റുള്ളവരുടെ കൊനൂറുമായി നിങ്ങളുടെ കൊനൂറിനെ ഒരിക്കലും തന്നെ താരതമ്യം ചെയ്യരുത്. ഓരോ പക്ഷിയും വ്യത്യസ്തമാണ്. അതിന് ഇണങ്ങാനായിട്ടുള്ള സമയം കൊടുക്കുക. ഇനി നാലാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് നിർബന്ധിക്കരുത്. ഇതാണ് ഏറ്റവും വലിയ തെറ്റ്. പലരും കൂട് തുറന്ന ഉടനെ തന്നെ പക്ഷിയെ പിടിക്കാനായിട്ട് ശ്രമിക്കും. കയ്യിൽ കയറാൻ നിർബന്ധിക്കും. പറന്നാൽ പിന്നെ കൂടെ ഓടുകയും ചെയ്യും. ഇതൊന്നും ഒരിക്കലും ചെയ്യാൻ പാടില്ല. കാരണം നിങ്ങളെ കണ്ടാൽ തന്നെ അതിന് പേടി തോന്നാൻ തുടങ്ങും. പേടി തോന്നുന്ന ഒരാളെ ഒരു പക്ഷിക്കും വിശ്വസിക്കാനാകത്തില്ല. അതുകൊണ്ട് എപ്പോഴും അതിന് തീരുമാനിക്കാനുള്ള അവസരം കൊടുക്കുക. അത് നിങ്ങളുടെ അടുത്തേക്ക് തന്നെ വരട്ടെ. അതിന് തയ്യാറാകുമ്പോൾ മാത്രമേ കയ്യിൽ കയറൂ. ആ ദിവസം ലഭിക്കുന്ന സന്തോഷം പറഞ്ഞറിയിക്കാൻ കഴിയാത്തതുമാണ്. അഞ്ചാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് കയ്യിൽ നിന്ന് ഭക്ഷണം കൊടുക്കുക. ഒരു കൊനൂറുമായി ബന്ധം വളർത്താനുള്ള ഏറ്റവും നല്ല മാർഗങ്ങളിലൊന്നാണിത്. അതിന് ഇഷ്ടമുള്ള ചെറിയ ഭക്ഷണം കയ്യിൽ പിടിച്ചു കൊടുക്കുക. ആദ്യ ദിവസം അത് വാങ്ങില്ല, രണ്ടാം ദിവസവും വാങ്ങില്ല, അഞ്ചാം ദിവസവും വാങ്ങാതിരിക്കാം. പക്ഷേ നിങ്ങൾ ക്ഷമയോടെ തുടർന്നുകൊണ്ടേയിരിക്കണം. ഒരു ദിവസം അത് നിങ്ങളുടെ കയ്യിൽ നിന്നും ഭക്ഷണം എടുക്കും. ആ നിമിഷം മുതൽ അതിൻ്റെ മനസ്സിൽ ഒരു വിശ്വാസം വളരാനും തുടങ്ങും. ഈ മനുഷ്യൻ എനിക്ക് ദോഷം ചെയ്യില്ല, ഈ മനുഷ്യനെ എനിക്ക് വിശ്വസിക്കാനായിട്ട് സാധിക്കും എന്ന ചിന്ത പതിയെ ആ കൊനൂറിനുണ്ടാകും. അതാണ് യഥാർത്ഥ ബന്ധത്തിൻ്റെ തുടക്കം. ഇനി ആറാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് കൊനൂറിൻ്റെ ശരീരഭാഷ മനസ്സിലാക്കുക. കൊനൂറിന് സംസാരിക്കാൻ കഴിയില്ല, പക്ഷെ അതിൻ്റെ ഓരോ ചലനവും എന്തെങ്കിലും പറയുന്നുണ്ട് നമ്മളോട്. ചിലപ്പോൾ അത് നിങ്ങളെ നോക്കി തല ചായ്ക്കും,
ചിലപ്പോൾ സന്തോഷത്തോടെ ചിറകുകളൊന്ന് വിരിക്കും, ചിലപ്പോൾ ശാന്തമായി കണ്ണടച്ച് വിശ്രമിക്കും. ഇതെല്ലാം അതിന് സുരക്ഷിതമാണെന്ന് തോന്നുന്ന സമയങ്ങളാണ്. പക്ഷെ പേടിച്ചു കഴിഞ്ഞാൽ പിന്നിലേക്ക് മാറും, വേഗത്തിൽ ചുറ്റും നോക്കും, അകലെയിരിക്കാൻ ശ്രമിക്കും. അപ്പോൾ അതിനെ നിർബന്ധിക്കാതെ കുറച്ച് സമയം അതിൻ്റെ രീതിക്ക് വിട്ടുകൊടുക്കുക. അതിനും ഒരു മനസ്സുണ്ട് എന്ന് നിങ്ങൾ ഓർമ്മിക്കണം. അതിനെ ഒന്ന് റിലാക്സ് ആക്കിയതിന് ശേഷം അതൊന്ന് ഓക്കെ ആണെന്ന് മനസ്സിലാക്കുമ്പോൾ മാത്രം അതിനെ എടുക്കാനായിട്ട് ശ്രമിക്കുക. 7ാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് സ്ഥിരതയാണ്. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഈ സ്ഥിരത. ഒരു ദിവസം സ്നേഹത്തോടെ പെരുമാറി മറ്റൊരു ദിവസം അവഗണിച്ചാൽ കൊനൂറിന് നിങ്ങളെ മനസ്സിലാക്കാനായിട്ട് ബുദ്ധിമുട്ടാകും. അതിനാൽ നിങ്ങളുടെ പെരുമാറ്റം സ്ഥിരതയുള്ളതായിരിക്കണം. ദിവസവും ഒരേ രീതിയിൽ സംസാരിക്കുക, ഒരേ സമയത്ത് ഭക്ഷണം കൊടുക്കുക, ഒരേ രീതിയിൽ സമീപിക്കുക. ഇതിലൂടെ അതിന് ഒരു സുരക്ഷിതത്വം തോന്നും. ഈ മനുഷ്യൻ എപ്പോഴും ഒരുപോലെയാണ് എന്ന വിശ്വാസം വളരും. അപ്പോൾ നമ്മളുമായിട്ട് നല്ല രീതിക്ക് അറ്റാച്ച്ഡ് ആകും. 8ാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് ശാന്തമായ അന്തരീക്ഷം ഒരുക്കുക എന്നതാണ്. കൊനൂറുകൾ ശബ്ദം കൂടുതലുള്ള സ്ഥലങ്ങളിൽ പെട്ടെന്ന് ഭയപ്പെടും. ഉദാഹരണത്തിന് ടിവിയുടെ ശബ്ദം, കുട്ടികളുടെ ബഹളം, പെട്ടെന്നുള്ള കൂവൽ, ഇവയെല്ലാം അതിനെ സമ്മർദ്ദത്തിലാക്കും. അതുകൊണ്ട് ആദ്യകാലത്ത് അതിൻ്റെ കൂട് ശാന്തമായ സ്ഥലത്ത് തന്നെ വെക്കാനായിട്ട് ശ്രദ്ധിക്കുക. നിങ്ങളുടെ സാന്നിധ്യം അതിന് പരിചിതമാകുന്നത് വരെ അതിനെ അധികം ശബ്ദങ്ങളിലേക്ക് കൊണ്ടുപോകരുത്. 9ാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് ചെറിയ വിജയങ്ങളെ ആഘോഷമാക്കുക. ഒരു ദിവസം അത് നിങ്ങളുടെ അടുത്തേക്ക് വന്നാൽ അത് തന്നെ വലിയ പുരോഗതിയാണ്. ഒരു ദിവസം നിങ്ങളുടെ കയ്യിൽ നിന്നും ഭക്ഷണം എടുത്തു കഴിഞ്ഞാൽ അത് വലിയ മുന്നേറ്റം തന്നെയാണ്. ഒരു ദിവസം ഭയമില്ലാതെ നിങ്ങളെ നോക്കിയാൽ പോലും അത് ഒരു വലിയ വിജയം തന്നെയാണ്. ഇത്തരം ചെറിയ മാറ്റങ്ങളെ ശ്രദ്ധിക്കുക. കാരണം വലിയ ബന്ധങ്ങൾ തുടങ്ങുന്നത് ചെറിയ നിമിഷങ്ങളിൽ നിന്നാണല്ലോ. ഇനി അവസാനത്തെ പോയിന്റ് എന്ന് പറയുന്നത് 10ാമത്തെ പോയിന്റാണ് കേട്ടോ. 10ാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് സ്നേഹം കാണിക്കുക, പക്ഷേ അതിരുകടക്കരുത്. പലരും ചെയ്യുന്ന മറ്റൊരു തെറ്റാണ് അതിരുകടന്ന സ്നേഹപ്രകടനം. പക്ഷേ തുടർച്ചയായി പിടിക്കാൻ ശ്രമിക്കുക, അധികം സ്പർശിക്കുക. അപ്പോൾ ഇതൊക്കെ ചിലപ്പോൾ അതിനെ അസ്വസ്ഥമാക്കും. സ്നേഹം കാണിക്കണം, പക്ഷേ അതിൻ്റെ സ്പേസും മാനിക്കണം കേട്ടോ നമ്മൾ. അതാണ് ശരിയായ ബാലൻസ്. ഇനി അവസാനമായിട്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, കൊനൂറുമായി ബന്ധം ഉണ്ടാക്കുന്നത് ഒരു ദിവസം കൊണ്ട് സംഭവിക്കുന്ന ഒരു കാര്യമല്ല കേട്ടോ. അത് ഒരു യാത്ര തന്നെയാണ്. ക്ഷമ, സ്നേഹം, സ്ഥിരത, മനസ്സിലാക്കൽ, ഇവയെല്ലാം ചേർന്നാൽ മാത്രമേ ഒരു നല്ല ബന്ധം രൂപപ്പെടൂ. നിങ്ങളുടെ കൊനൂർ ഇന്ന് നിങ്ങളെ പേടിച്ചാലും നാളെ അത് നിങ്ങളുടെ ഏറ്റവും നല്ല സുഹൃത്തായി മാറും. അതിനാൽ നിങ്ങൾ ചെയ്യേണ്ടത് ഒന്ന് മാത്രം, അതിനെ മനസ്സിലാക്കുക. ഇത്രയും മാത്രം ചെയ്താൽ മതി. അപ്പോൾ ഇത്രയൊക്കെയാണ് എനിക്ക് ഈ വീഡിയോയിൽ പറയാനുള്ളത്. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണം. ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ ചാനൽ കാണുന്നു എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബും കൂടി ചെയ്തേക്കണം കേട്ടോ. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ തന്നെ കാണാം. ടാറ്റാ.